ഫാം ഹൗസിന് പുറത്ത് മഴ വീണ്ടും കനത്തു പെയ്തു തുടങ്ങി. കാറ്റിൽ മരച്ചില്ലകൾ ജനലുകളിൽ വന്ന് തട്ടുന്ന ശബ്ദം മാത്രം ആ വലിയ വീട്ടിൽ മുഴങ്ങിക്കേട്ടു. സിദ്ധാർത്ഥൻ ഹാളിലെ ചാരുകസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഉറക്കം അവനെ തീർത്തും കൈവിട്ടിരുന്നു. ഓരോ തവണ കണ്ണടയ്ക്കുമ്പോഴും ആ കറുത്ത വണ്ടി തൻ്റെ ജീപ്പിലേക്ക് ഇടിച്ചു കയറുന്ന ദൃശ്യമാണ് അവൻ കണ്ടത്. അവൻ പതുക്കെ എഴുന്നേറ്റ് മായ ഉറങ്ങുന്ന മുറിയുടെ അടുത്തേക്ക് നടന്നു. വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. സിദ്ധാർത്ഥൻ നിശബ്ദനായി ആ വാതിൽക്കൽ നിന്നു. അകത്ത് ചെറിയൊരു നൈറ്റ് ലാമ്പിൻ്റെ മഞ്ഞ വെളിച്ചം മാത്രം. കട്ടിലിൽ ചുരുണ്ടുകൂടി ഉറങ്ങുന്ന മായയെ അവൻ നോക്കി നിന്നു. കുളി കഴിഞ്ഞ് ഈർപ്പമുള്ള മുടിയുമായി ഉറക്കത്തിലേക്ക് വഴുതി വീണ അവളെ കാണാൻ വല്ലാത്തൊരു ചെയ്യലായിരുന്നു. ചുരിദാറിൻ്റെ ഷാൾ ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ആ നേർത്ത വെളിച്ചത്തിൽ അവളുടെ മുഖം കൂടുതൽ തിളങ്ങി. മുടിയിഴകൾ അവളുടെ കവിളിലൂടെ പടർന്നു കിടക്കുന്നു. സിദ്ധാർത്ഥൻ്റെ കണ്ണുകൾ പതുക്കെ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു. അവിടെ താൻ അന്ന് ആ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബലമായി കെട്ടിക്കൊടുത്ത ആ താലി അവളുടെ മാറിൽ ചേർന്ന് കിടക്കുന്നു. ആ താലി അല്പം ഉയർന്നു താഴുന്ന അവളുടെ ശ്വാസോച്ഛ്വാസത്തിനൊപ്പം ചലിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച സിദ്ധാർത്ഥൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വികാരം നിറച്ചു. അവൻ പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി കട്ടിലിനടുത്തു നിന്നു. അവളിലെ പെണ്ണിൻ്റെ ആ വശ്യമായ സൗന്ദര്യം ഒരു ലഹരി പോലെ അവൻ്റെ തലയ്ക്ക് പിടിക്കുന്നുണ്ടായിരുന്നു. ആ ചുവന്ന അധരങ്ങളും വിളറി വെളുത്ത മുഖവും അവനെ വല്ലാതെ കൊതിപ്പിച്ചു. വർഷങ്ങളായി താൻ അടക്കി വെച്ച പുരുഷ സഹജമായ മോഹങ്ങൾ അവളിലെ പെണ്ണിനെ ഒന്ന് രുചിച്ചു നോക്കാൻ അവനെ പ്രേരിപ്പിച്ചു. അവളുടെ അരികിലേക്കൊന്ന് ചായണം എന്നും ആ ഉടലിൻ്റെ ചൂട് അറിയണമെന്നും അവൻ്റെ ഉള്ളിലെ കാമനകൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവൻ പതുക്കെ കൈനീട്ടി അവളുടെ മുഖത്ത് വീണ് കിടന്ന ആ മുടിയിഴകൾ മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ വിരലുകൾ അവളുടെ ചർമ്മത്തിൽ തൊടുന്നതിന് തൊട്ടു മുൻപ് അവൻ പെട്ടെന്ന് നിശ്ചലനായി. അവൻ്റെ തലയ്ക്കുള്ളിൽ ശേഖരൻ്റെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു. അരുത് സിദ്ധാർത്ഥ, അവൻ്റെ വിവേകം ഉണർന്നു. ഇവൾ ആരാണെന്ന് നീ മറന്നോ? ഒരു വേശ്യാലയത്തിൽ വളർന്നവൾ, പണത്തിന് വേണ്ടി ആരുടെ കൂടെയും കിടക്കാൻ തയ്യാറായ ഒരു പെണ്ണ്. ശേഖരൻ നിന്നെ കുരുക്കാൻ അയച്ച വെറുമൊരു കരുവാണിവൾ. സിദ്ധാർത്ഥൻ തൻ്റെ കൈകൾ വേഗത്തിൽ പിൻവലിച്ചു. അവളോട് അല്പം മുൻപ് തോന്നിയ ആ കൊതി പെട്ടെന്ന് കടുത്ത വെറുപ്പായി മാറി. ആ താലി അവളുടെ മാറിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവന് അറപ്പാണ് തോന്നിയത്. എത്രയോ പുരുഷന്മാരുടെ കണ്ണുകൾ പതിഞ്ഞ ശരീരമായിരിക്കും ഇതെന്ന് അവൻ വെറുപ്പോടെ ചിന്തിച്ചു. ഒരു പക്ഷേ ആ രാത്രി ഗസ്റ്റ് ഹൗസിൽ താൻ വരുന്നത് കാത്ത് അവൾ ഒരുങ്ങിയതും മറ്റൊരുവനെ സന്തോഷിപ്പിക്കാൻ തന്നെയായിരിക്കും. നീ എത്ര സുന്ദരിയായി അഭിനയിച്ചാലും നിന്റെ രക്തം അശുദ്ധമാണ്, അവൻ സ്വയം പതുക്കെ മന്ത്രിച്ചു. അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഹാളിൻ്റെ അങ്ങേയറ്റത്തെ ജനൽ തുറന്ന് അവൻ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. താൻ പതറിപ്പോയ നിമിഷത്തെ ഓർത്ത് അവൻ സ്വയം ശപിച്ചു. ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തിന് മുന്നിൽ താൻ തോറ്റു കൊടുക്കരുത്. മായ വെറുമൊരു ആയുധം മാത്രമാണ്, തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള ആയുധം. മഴയുടെ തണുപ്പിലും അവൻ്റെ ഉള്ളിൽ പകയുടെ തീക്കനലായി എരിഞ്ഞുകൊണ്ടിരുന്നു. നാളെ രാവിലെ ശേഖരനെ കണ്ടെത്തണം. ഈ നാടകത്തിന് പിന്നിലുള്ള ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവരണം. പക്ഷെ എത്രയൊക്കെ വെറുക്കാൻ ശ്രമിച്ചാലും ആ മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന മായയുടെ ആ രൂപം അവൻ്റെ മനസ്സിൻ്റെ കോണിൽ ഒരു നീറ്റലായി അവശേഷിച്ചു. പുണ്യവും പാപവും തമ്മിലുള്ള ആ പോരാട്ടത്തിൽ ആ രാത്രി സിദ്ധാർത്ഥന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഫാം ഹൗസിൻ്റെ ഉമ്മറത്ത് സിഗരറ്റുകൾ കത്തിയെരിഞ്ഞ ചാരം കുമിഞ്ഞുകൂടിയിരുന്നു. നേരം വെളുത്തു തുടങ്ങിയിട്ടും സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ ലവലേശമില്ലായിരുന്നു. പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആകാശം ഇപ്പോഴും കാർമേഘാവൃതമാണ്. പെട്ടെന്നാണ് സിദ്ധാർത്ഥൻ്റെ രഹസ്യ ഫോൺ ശബ്ദിച്ചത്. അവൻ്റെ വിശ്വസ്തനും രാഷ്ട്രീയ ഉപദേശകനുമായ കുറുപ്പായിരുന്നു മറുതലയ്ക്കൽ. സിദ്ധാർത്ഥ, കാര്യങ്ങൾ അത്ര പന്തിയല്ല. കുറുപ്പിൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു. ഇന്നലത്തെ ആക്സിഡൻ്റ് വാർത്ത എങ്ങനെയോ ചോർന്നിട്ടുണ്ട്. നിന്റെ ശത്രുക്കൾ അത് ആഘോഷമാക്കാൻ നോക്കുകയാണ്.
പോലീസ് അന്വേഷണം തറവാടിന് ചുറ്റും നടക്കുന്നുണ്ട്. ഇപ്പോൾ നീ അങ്ങോട്ട് വരുന്നത് ആത്മഹത്യാപരമായിരിക്കും. പാർട്ടി ഹൈക്കമാൻഡിൽ നിന്ന് നിർദ്ദേശമുണ്ട്. ഇലക്ഷൻ കഴിയുന്നതുവരെ നീ മാറി നിൽക്കണം. സിദ്ധാർത്ഥൻ പല്ലിറുമി. ഞാൻ എത്ര കാലം ഇങ്ങനെ ഉടിച്ചു കഴിയും കുറുപ്പേ. എനിക്ക് ആ ശേഖരനെ കണ്ടെത്തണം. അതിനൊക്കെയുള്ള ഏർപ്പാടുകൾ ഷാജി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ വരെ നീയും ആ പെണ്ണും ആ ഫാം ഹൗസിൽ തന്നെ കഴിയണം. പുറം ലോകം അറിയരുത്. തറവാട്ടിലേക്ക് അവളെ കൊണ്ടുപോയാൽ നിന്റെ അമ്മയും ബന്ധുക്കളും അവളെ അവിടെ വാഴിക്കില്ല. കൂടാതെ പോലീസിനും മാധ്യമങ്ങൾക്കും നിന്നെ പിടികൂടാൻ എളുപ്പമാകും. അവിടെ ആവുമ്പോൾ നിനക്കവളെ നിരീക്ഷിക്കുകയും ചെയ്യാം. അവൾ അവിടുന്ന് ചാടിപ്പോകാതെ നോക്കേണ്ടത് നിന്റെ ആവശ്യമാണ്. കുറുപ്പ് പറഞ്ഞതിലെ യുക്തി സിദ്ധാർത്ഥന് മനസ്സിലായി. ഇലക്ഷൻ ജയിക്കുക എന്നത് അവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. തറവാട്ടിലെ അന്തരീക്ഷത്തിൽ മായയെ സംരക്ഷിക്കുക എന്നത് അസാധ്യമാണ്. അവിടെ അവൾക്കു ചുറ്റും ശത്രുക്കളുണ്ടാകും. എന്നാൽ ഈ ഫാം ഹൗസിൽ അവൾ തൻ്റെ കൺമുന്നിലുണ്ടാകും. ശരി കുറുപ്പേ, ഞാൻ ഇവിടെ തുടരാം. പക്ഷേ ശേഖരനെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് ഉടനെ വേണം. സിദ്ധാർത്ഥൻ ഫോൺ കട്ട് ചെയ്തു. അവൻ പതുക്കെ അകത്തേക്ക് നടന്നു. ഹാളിൻ്റെ അറ്റത്തുള്ള ജനലിലൂടെ നോക്കിയപ്പോൾ മായ ഉറക്കമുണർന്ന് അടുക്കളയിൽ എന്തോ ചെയ്യുന്നത് കണ്ടു. കഴിഞ്ഞ രാത്രിയിലെ ആ വശ്യമായ സൗന്ദര്യമല്ല ഇപ്പോൾ അവളിൽ കണ്ടെന്ന്. ഭയവും ആശങ്കയും നിറഞ്ഞ ഒരു സാധാരണ പെൺകുട്ടി. സിദ്ധാർത്ഥൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ സാമീപ്യം അറിഞ്ഞതും മായ ഒന്ന് ഞെട്ടി പിന്നോട്ട് മാറി. നമ്മൾ കുറച്ചു ദിവസം കൂടി ഇവിടെ കഴിയേണ്ടി വരും, അവൻ പരുഷമായി പറഞ്ഞു. പുറത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. നിന്റെ അമ്മാവൻ എവിടെയാണെന്ന് കണ്ടെത്തുന്നത് വരെ നിനക്കിവിടുന്ന് പോകാൻ കഴിയില്ല. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. എത്ര കാലം സാർ? എൻ്റെ അമ്മ. നിന്റെ അമ്മയെ കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ അവളുടെ വാക്കുകളെ മുറിച്ചു. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, ഈ ഫാം ഹൗസിന് ചുറ്റും എൻ്റെ ആളുകളുണ്ട്. നീ ഇവിടുന്ന് ചാടിപ്പോകാൻ ശ്രമിച്ചാൽ പുറത്ത് നിന്നെ കാത്തു നിൽക്കുന്നത് നിന്റെ അമ്മാവൻ്റെ ഗുണ്ടകളോ അല്ലെങ്കിൽ നിന്നെ വെടിവെക്കാൻ കാത്തു നിൽക്കുന്ന പോലീസോ ആയിരിക്കും. നിന്റെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇവിടെ ഒതുങ്ങിക്കൂടണം. സിദ്ധാർത്ഥൻ അവളെ രൂക്ഷമായി നോക്കി. അവളോടുള്ള വെറുപ്പ് അവൻ വാക്കുകളിൽ നിറയ്ക്കാൻ ശ്രമിച്ചു. തറവാട്ടിലേക്ക് കൊണ്ടുപോയാൽ തനിക്കവളെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന സത്യം അവൻ അവളോട് പറഞ്ഞില്ല. അവളെ മറ്റാരെങ്കിലും ഉപദ്രവിക്കുന്നത് കാണാൻ അവൻ്റെ ഉള്ളിലെ ഏതോ ഒരു കോണിൽ താല്പര്യമില്ലായിരുന്നു. എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നറിയാം, അവൻ വീണ്ടും തുടർന്നു. ഏത് നിമിഷവും നീ എന്നെ ചതിച്ചേക്കാം. അതുകൊണ്ട് നിന്റെ ഓരോ ചലനവും ഞാൻ നിരീക്ഷിക്കും. ഈ വീടിൻ്റെ പടി കടന്ന് പുറത്തിറങ്ങാൻ നോക്കരുത്. മായ തലകുലക്കി. സിദ്ധാർത്ഥൻ്റെ ആജ്ഞകൾക്ക് മുന്നിൽ അവൾക്ക് മറുപടിയില്ലായിരുന്നു. അവൻ തൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള പേടിയും സിദ്ധാർത്ഥൻ്റെ ഈ മാറ്റമില്ലാത്ത കടുപ്പവും ഒരുപോലെ വിങ്ങിപ്പൊട്ടി. സിദ്ധാർത്ഥൻ തൻ്റെ മുറിയിലെത്തി വാതിലടച്ചു. അവൾ അവിടുന്ന് രക്ഷപ്പെടില്ലെന്ന് ഉറപ്പിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അവൻ മനസ്സിലാക്കി. പക്ഷേ അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണോ അതോ അവളുടെ സാമീപ്യം താൻ അറിയാതെ കൊതിക്കുന്നത് കൊണ്ടാണോ എന്ന് തിരിച്ചറിയാൻ അവൻ ഭയപ്പെട്ടു. ഇലക്ഷൻ വരെയുള്ള ഈ നാളുകൾ തങ്ങളുടെ ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് അവൻ നിശബ്ദനായി ഇരുന്നു. ജനാല വിരിപ്പുകൾക്കിടയിലൂടെ അരിച്ചെത്തിയ സൂര്യപ്രകാശമാണ് മായയെ വിളിച്ചുണർത്തിയത്. ഒരു നിമിഷം താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ മുറിയിലെ അപരിചിതമായ ഗന്ധവും പുറത്ത് കാവൽ നിൽക്കുന്ന തോക്കുധാരികളായ മനുഷ്യരുടെ സാന്നിധ്യവും എല്ലാം പെട്ടെന്ന് തന്നെ അവളെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തിച്ചു. സിദ്ധാർത്ഥൻ്റെ അധികാരത്തിന് കീഴിൽ താൻ ഒരു തടവുകാരിയെ പോലെയാണെന്ന സത്യം ഉള്ളിലൊരു വിങ്ങലായി പടർന്നു. എങ്കിലും വെറുതെ ഇരിക്കുന്നത് ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് തോന്നിയപ്പോൾ മായ പതുക്കെ എഴുന്നേറ്റ് മുഖം കഴുകി. തനിക്ക് വേണ്ടി വാങ്ങി നൽകിയ ആ ചുരിദാർ അവൾ ഒന്നുകൂടി വൃത്തിയാക്കി ധരിച്ചു. മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ ഹാൾ വിജനമാണ്. സിദ്ധാർത്ഥൻ എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു. അവൾ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. പൊടി പിടിച്ച് കിടന്നിരുന്ന ആ വലിയ അടുക്കളയിൽ ആവശ്യത്തിന് സാധനങ്ങളെല്ലാം ഷാജി എത്തിച്ചിട്ടുണ്ടായിരുന്നു. പാലും മുട്ടയും ബ്രെഡും പഴങ്ങളും പച്ചക്കറികളും എല്ലാം അവിടെയുണ്ട്. അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നെങ്കിലും വിശന്ന് വലയുന്ന ആ മനുഷ്യനോടുള്ള കടമ അവൾ വിസ്മരിച്ചില്ല.
എങ്ങനെയൊക്കെ ആയാലും അയാൾ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ്. തൻ്റെ മരണത്തിൽ നിന്നും കൈപിടിച്ച് കയറ്റിയവനാണ്. മായ അടുക്കളയിലെ ഓരോ സാധനങ്ങളും വൃത്തിയാക്കി വെച്ചു. അവൾ പതുക്കെ ചായ ഉണ്ടാക്കാൻ തുടങ്ങി. പാൽ തിളയ്ക്കുന്ന മണവും ഏലക്കായുടെ സുഗന്ധവും ആ വലിയ വീടിൻ്റെ മൂകതയെ അല്പം മാറ്റിയതുപോലെ തോന്നി. അവൾ ദോശയുണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കി. ഒരു സാധാരണ വീട്ടമ്മയെപ്പോലെ അവൾ അവിടെ ജോലികൾ ചെയ്തു തുടങ്ങി. ഭയത്തിനിടയിലും ആ ജോലിയിൽ അവൾ ഒരു നേർത്ത ആശ്വാസം കണ്ടെത്തി. അല്പസമയത്തിന് ശേഷം മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. സിദ്ധാർത്ഥൻ ഉമ്മറത്തേക്ക് നടന്നു വന്നു. ഉറക്കമില്ലാത്ത രാത്രിയുടെ ആലസ്യം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. കറുത്ത ബനിയനും മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ പുരികം ചുളിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു. അടുക്കള വാതിൽക്കൽ നിന്ന് അവൻ മായയെ നോക്കി നിന്നു. നനഞ്ഞ മുടി പകുതി ഒതുക്കിക്കെട്ടി ഏകാഗ്രതയോടെ ദോശ ചുടുന്ന മായയെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു നിമിഷം എന്തോ ഒന്ന് മിന്നിമറഞ്ഞു. തൻ്റെ തറവാട്ടിലെ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളെക്കാൾ വല്ലാത്തൊരു അച്ചടക്കം അവളിലുണ്ടായിരുന്നു. ഒരു മോശപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവളാണെന്ന് വിശ്വസിക്കാൻ അവൻ്റെ മനസ്സ് വീണ്ടും മടിച്ചു. നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അവൻ്റെ ശബ്ദം കേട്ട് മായ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അത് സാർ, പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ചായ റെഡിയാണ്, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥൻ ഒന്നും മിണ്ടിയില്ല. അവൻ ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് വന്നിരുന്നു. മായ പതുക്കെ ഒരു ഗ്ലാസ് ചായ അവൻ്റെ മുന്നിലേക്ക് വെച്ചു. ചായയുടെ ആവി പറക്കുന്ന മണം അവനെ ആകർഷിച്ചു. അവൻ ഒരു സിപ്പ് എടുത്തു. എൻ്റെ തറവാട്ടിലെ പാചകക്കാരൻ ഉണ്ടാക്കുന്നതിനേക്കാൾ രുചിയുണ്ട് ഇതിനെന്ന് അവന് തോന്നി. പക്ഷെ അവൻ അത് പ്രകടിപ്പിച്ചില്ല. ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നീ ഇവിടുത്തെ ജോലികളൊക്കെ വൃത്തിയായി ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അമ്മാവനെ കണ്ടെത്തുന്നത് വരെ നീ ഇവിടെ ഉണ്ടാകും. വെറുതെ ഇരുന്ന് സുഖിക്കാമെന്ന് കരുതണ്ട, അവൻ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. ശരി സാർ, ഞാനെല്ലാം വൃത്തിയാക്കിക്കോളാം, അവൾ തല താഴ്ത്തി പറഞ്ഞു. സിദ്ധാർത്ഥൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ പാത്രം കഴുകുന്നതും തറ തുടയ്ക്കുന്നതും അവൻ നോക്കി നിന്നു. അവളുടെ ഓരോ ചലനത്തിലും ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. ആ ചുരിദാറിൽ അവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. അവളുടെ കൈകളിലെ ആ നേർത്ത സ്വർണ്ണവലകൾ കിലുങ്ങുന്നത് അവൻ അറിയാതെ കേട്ടിരുന്നു. അവളിലെ പെണ്ണിനെ ഒന്ന് രുചിച്ചു നോക്കാൻ കഴിഞ്ഞ രാത്രി തോന്നിയ ആ കൊതി ഇപ്പോഴും അവൻ്റെ ഉള്ളിൽ കനലായുണ്ടായിരുന്നു. പക്ഷേ ആ കനലിന് മുകളിൽ അവൻ വീണ്ടും വെറുപ്പിൻ്റെ ചാരം വാരിയിട്ടു. എൻ്റെ ഷർട്ടുകൾ അയൺ ചെയ്യാനുണ്ടാകും, കഴിച്ചു കഴിഞ്ഞാൽ നീ അത് ചെയ്യണം, സിദ്ധാർത്ഥൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ ഉമ്മറത്തേക്ക് നടന്നു. മായ നിശബ്ദമായി ജോലി തുടർന്നു. സിദ്ധാർത്ഥൻ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് ദൂരേക്ക് നോക്കി. രാഷ്ട്രീയത്തിലെ ചതുരംഗ കളികളെക്കാൾ സങ്കീർണമാണ് തൻ്റെ മുന്നിലുള്ള ഈ പെൺകുട്ടിയെന്ന് അവന് തോന്നി. അവളെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് സഹായികൾ പറഞ്ഞത് അവൻ ഓർത്തു. എന്നാൽ ആ സംരക്ഷണം വെറും രാഷ്ട്രീയമല്ലെന്ന് അവൻ്റെ ഉള്ളിലെ പുരുഷൻ അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇലക്ഷൻ വരെയുള്ള ഈ കുറച്ച് ദിവസങ്ങൾ തൻ്റെ ജീവിതത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് അവന് ഒരു നിശ്ചയമില്ലായിരുന്നു.